Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷം പിന്നിടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം UK ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക അസ്ഥിരതയാണ് സമ്മാനിച്ചത്. ഈ സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് അയവ് വരുത്തുവാനുള്ള നിർണായക നീക്കത്തിന് UK നേതൃത്വം വഹിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 3 വർഷം പിന്നിട്ട യുദ്ധത്തിൽ അടിയന്തരമായി വെടിനിർത്തൽ ലക്ഷ്യം വെച്ച് ഇന്ന് ലണ്ടനിൽ പുതിയ ചർച്ചകൾ നടക്കും. UK, ഫ്രാൻസ്, ജർമ്മനി, യുക്രൈൻ, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരാണ് അടിയന്തര ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഉക്രൈനെതിരെ തങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കുവാൻ റഷ്യ തയ്യാറാകുമോ എന്ന ഊഹാപോഹങ്ങളിൽ വർദ്ധിക്കുന്നതിനാലാണ് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലാണെങ്കിലും ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. ജയിലിലായിരിക്കുമ്പോൾ ഒരിക്കലും ഒരു സാധാരണ ജീവിതം ആയിരിക്കില്ല ജീവിക്കുന്നതല്ലേ. ഇവിടെ കഴിയുന്നവരെ വിളിക്കുന്നത് തന്നെ പടവുപുള്ളികളെന്നാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ പഴയ ജയിൽ സംവിധാനങ്ങൾ എന്നതിനപ്പുറം റീഹാബിലിറ്റേഷൻ സെന്ററുകളായി പ്രവർത്തിക്കുന്നുമുണ്ട്. തടവുകാരെ വിവിധ ജോലികൾ പരിശീലിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിലെ ഒരു ജയിലിന്റെ അകത്ത് സൂപ്പർ മാർക്കറ്റ് തന്നെ തുറന്നിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് സൗകര്യമുള്ള UKയിലെ ആദ്യത്തെ ജയിലാകും ഇത്. തടവുകാരെ പുറത്തെ ജീവിതത്തിനായി സജ്ജമാക്കുക എന്നതിന് വേണ്ടിയാണത്രേ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തടവുകാർക്ക് ഷോപ്പിംഗ് നടത്തുവാനും ജോലികൾ ചെയ്ത് പഠിക്കുവാനും പുതിയൊരു തുടക്കത്തിനും ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ഐസ്ലാൻഡിന്റെ പേരിലുള്ളതാണ് ഈ ഒരു സ്റ്റോർ. കഴിഞ്ഞ മാസമാണ് സ്റ്റാഫോർഡ് ഷെയറിലെ ഫെദർസ്റ്റോണിൽ സ്ഥിതി ചെയ്യുന്ന HMP ഓക്കോഡിനുള്ളിൽ ഈ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ജയിലിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവർക്കാണ് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം ലഭിക്കുക. ഇത് വ്യാജ കറൻസി ആയിരിക്കും. ഇതുമായി ചെന്ന് സാധനങ്ങൾ വാങ്ങാം. ചിക്കാഗോ ടൗൺ പ്ലിസാസ്, ബെൻ ആൻഡ് ജെറി ഐസ്ക്രീം തുടങ്ങിയ ബ്രാൻഡഡ് സാധനങ്ങൾ ഇവിടെ ലഭിക്കും. പുറത്തു നിന്നുള്ളതിനേക്കാൾ പണം കുറവായിരിക്കും. ഇവിടെ സാധനങ്ങൾക്ക് ജയിലിനകത്തെ വലിയൊരു വെയർഹൌസിനകത്താണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ ഒരു കോഫി ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തടവുകാർ തന്നെയാണ് ഇവിടെ കോഫിയും മറ്റും ഉണ്ടാക്കുന്നത് അടക്കമുള്ള ജോലികളും ചെയ്യുന്നത്. ഫ്രാൻസിസ് മാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റെറെ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ മേജർ ബസിലിക്കയിൽ എത്തിച്ച് അടക്കം ചെയ്യും. സംസ്കാര ചടങ്ങിൽ ലോക നേതാക്കളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുക്കും. തിങ്കളാഴ്ച വിടവാങ്ങിയ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 9 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിനായി കർദിനാൾമാരുടെ അകമ്പടിയോടെ കൊണ്ടുപോകും. ശനിയാഴ്ച വരെ പൊതുദർശനം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന് മെയ് 6 മുൻപ് തുടക്കമാകും. ഇനി നാട്ടിലെ വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഏത് നിമിഷവും പോരാട്ടത്തിന് തയ്യാറാകണമെന്നും കേന്ദ്രം സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കരവ്യോമസേന മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. മുൻ DGP ഓംപ്രകാശിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഭാര്യ പല്ലവിയെ പാരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് ഇവർ ഫോണിൽ ഒട്ടേറെ തവണ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പുറമെ കൊലപാതകത്തിന് ഏതെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. മകൾ കൃതിയുടെ മാനസിക നില പരിശോധിക്കുവാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃതിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരിൽ പാകിസ്ഥാൻ മുൻ സൈനികനും വെടിവെപ്പ് നടത്തിയ ആസിഫ് ഫൌജി മുൻ പാക് സൈനികനുമാണെന്ന് റിപ്പോർട്ടുകൾ. ഇയാളെ കൂടാതെ സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിവരും ആക്രമണത്തിൽ പങ്കാളികളാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. 3 ഭീകരരുടെ ചിത്രം സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടു. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹെലികോപ്റ്ററിലാണ് കേന്ദ്രമന്ത്രി ഇവിടേക്ക് എത്തിയത്. NI സൈനിക ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് മുൻപ് കണ്ടിട്ടില്ലെന്ന് മുൻ ഇന്ത്യൻ താരം സുരേഷ് റെയ്ന. IPL 8 മത്സരങ്ങളിൽ 6 തോറ്റ ചെന്നൈയെ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായിട്ടാണ് ചെന്നൈയുടെ മോശം അവസ്ഥയിൽ പരിശീലകനും മാനേജ്മെന്റും മുതൽ താരലേലം വരെ കാരണമാകുമെന്നും റെയ്ന ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞു. താരലേലത്തിൽ കഴിവുള്ള യുവതാരങ്ങൾ എത്രയോ പേരുണ്ടായിരുന്നു. സെഞ്ചുറി നേടിയ പ്രിയൻഷൻ ആര്യ ലേലത്തിൽ വന്നു. പ്രധാന താരങ്ങളായ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരെല്ലാം വന്നു. എന്നാൽ പണം കയ്യിലുണ്ടായിട്ടും ഇവരെയൊന്നും സ്വന്തമാക്കിയില്ല. ടീം മാനേജ്മെന്റാണ് ഇതിന്റെ ഉത്തരവാദിത്തം, റെയ്ന വ്യക്തമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.56 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.